എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സാർ നമസ്കാരം. നമസ്കാരം സാർ, നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ ഈ ഈശാന്യവും കന്നിയും ആണുങ്ങളെക്കുറിച്ചുള്ള ദിക്കും അതുപോലെ തന്നെ വായുവും ആഗ്നേയവും സ്ത്രീകൾക്ക് സമ്പന്നമായ ദിക്കുവാണെന്ന് പറഞ്ഞു. അപ്പം ഇവിടെ ഈ രണ്ട് പേർക്കും വരുന്ന എന്തെങ്കിലും അസുഖങ്ങൾ ഒരുപോലെ തന്നെയാണോ വരുന്നത്, അതോ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ? ഓക്കെ, അസുഖങ്ങളിൽ നമുക്ക് രണ്ട് രീതികളിൽ കാണണം. ഒന്ന്, നമ്മുടെ സാധാരണ രീതിയിൽ നമ്മുടെ അസുഖങ്ങൾ ഭക്ഷണ രീതികളിലോ അല്ലെങ്കിൽ വാർദ്ധക്യ സഹജമായോ അല്ലെങ്കിൽ പരമ്പരാഗത രീതികളിലോ ഉണ്ടാകുന്ന അസുഖങ്ങളെ ഒരു രീതിയിൽ കാണുക, അപ്രതീക്ഷിതമായ ആക്സിഡൻസിനെ മറ്റൊരു രീതിയിൽ കാണുക. അസുഖങ്ങൾ വേറെ, ആക്സിഡൻറ്റിലൂടെ വരുന്ന അസുഖങ്ങൾ വേറെ. ഇതിനെ രണ്ടിനെയും വ്യത്യസ്തമായി ആദ്യം കണ്ട് മാറ്റി വയ്ക്കണം. അതിനുശേഷമാണ് നമ്മൾ ഇപ്പം നിത്യ ചോദിച്ച ചോദ്യം, ഈശാന്യ കന്നി അത് പുരുഷന്മാരുടെ ദിക്കാണ്, അല്ലെങ്കിൽ പുരുഷന്മാരുമായി നമ്മൾ ഫലാഫലങ്ങൾ എടുക്കേണ്ട മുക്കുകളാണ്. അതേപോലെ വായുവി ആഗ്നേയം സ്ത്രീകളെ ഉണർത്തുന്നത് സ്ത്രീകളുമായി ബന്ധപ്പെടുന്ന പൊസിഷൻസാണ്. പക്ഷേ അവിടെ വരുന്ന അസുഖങ്ങൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന അസുഖങ്ങളാണ്. വാസ്തുവിലൂടെ ഉണ്ടാകുന്ന അപ്രതീക്ഷിതമായ ആക്സിഡൻറ്റുകളുണ്ട്. നടന്നു പോകുമ്പം ചിലപ്പം മുട്ട് പ്രോബ്ലം ആവുന്നു, കുഴ തിരിയുന്നതൊക്കെ പറയുന്നില്ലേ. അതല്ലെങ്കിൽ നമ്മളൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് പെട്ടെന്നൊരു രീതികളിൽ മറ്റൊരു വണ്ടി വന്ന് നമ്മളെ ഇടിക്കുന്നു. ഇങ്ങനെ അപ്രതീക്ഷിത പ്രശ്നങ്ങൾക്ക് വാസ്തുവിലൂടെ ഒരു ഡിഗ്രി ബേസ് കണ്ടുപിടിക്കാം. അപ്പം നേരത്തെ നമ്മൾ ബ്ലോഗുകളിൽ പറഞ്ഞല്ലോ 0 to 360 വരെയുള്ള ഡിഗ്രികൾ എങ്ങനെയാണ് വിഭജിച്ച് കാണേണ്ടത്. അത് എളുപ്പ വഴി ജാതക ഘട്ടത്തിനെയും വെച്ച് ഞാൻ സമാന്തരമായ ജാതക ഘട്ടം തന്നെ അത് വരണമെന്നല്ല, ചേർത്ത് വായിക്കാൻ എളുപ്പം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞാണ്. അതേപോലെ തന്നെയാണ് നമുക്ക് ഒരു മനുഷ്യ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ ആദ്യം നമുക്ക് ഡിഗ്രി ബേസിൽ നോക്കാം. അതായത് 12 ഭാഗങ്ങളായിട്ട് മനുഷ്യൻ്റെ ശരീരഭാഗങ്ങൾ പറയുന്നുണ്ട്. ഇത് അപ്രതീക്ഷിതമായ അസുഖങ്ങൾ അല്ലെങ്കിൽ ആക്സിഡൻസ് സംഭവിക്കുന്ന രീതികളിൽ വാസ്തുവിലൂടെ ഒരു തിരഞ്ഞെടുപ്പുകൾ ഉണ്ട്. ചില റിസർച്ചുകൾ അങ്ങനെ പറയുന്നു. ഇപ്പോൾ നമ്മൾ 0 to 45 അങ്ങനൊരു ഇതുണ്ട്. അതായത് 0 നോർത്തും 0 to 45 ഈ ഡിഗ്രി ഈശാന്യ മധ്യം, വടക്ക് മധ്യം വരെ വരുന്നൊരു പൊസിഷനാണ്. അപ്പോൾ അത് നമുക്ക് എടുക്കാതെ ഇത് കോമൺ ആയിട്ട് ഒരു 4 ഘട്ടങ്ങളായിട്ട് എടുക്കാം. അപ്പോൾ 0 to 90 ഇതൊരു മനുഷ്യൻ്റെ തലഭാഗങ്ങൾ കൂടുതൽ വരുന്നു. തലഭാഗം എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട്. അതായത് തല, കഴുത്ത്, മുഖം, തൈറോയ്ഡ് വരെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയേക്കണം. ഈശാന്യം ആ 4 ചതുരങ്ങളിൽ ഒരു ചതുരം ഈശാന്യ ചതുരം, രണ്ടാമത്തെ ചതുരം ആഗ്നേയ ചതുരം, മൂന്നാമത്തെ ചതുരം കന്നിച്ചതുരം, നാലാമത്തെ ചതുരം വായുവ ചതുരം. അങ്ങനെ 4 ചതുരങ്ങളാണ്. ഒരു ചതുരത്തിനുള്ളിൽ 4 കുഞ്ഞു ചതുരങ്ങൾ എടുക്കാം. ഇങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ആദ്യ ചതുരം നമുക്ക് ഈശാന്യ ചതുരം എടുക്കാം. അവിടെ നമുക്ക് തല, കഴുത്ത്, മുഖം എന്നൊക്കെ പറഞ്ഞില്ലേ. അതേപോലെ തന്നെ തൈറോയ്ഡും നമുക്ക് അതുമായിട്ട് ബന്ധപ്പെടുത്തി എടുക്കേണ്ട സംവിധാനങ്ങളാണ്. അവിടെ വരുന്ന ഫോൾട്ടുകൾക്ക് ഇത്തരം ഭാഗങ്ങളിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളുണ്ടാവും. അതായത് നമ്മുടെ സ്പൈനൽ ബേസിൽ വെച്ച് നോക്കുകയാണെങ്കിൽ C2 to C7 അവിടെയുമായി കണക്ട് ചെയ്ത് നമ്മൾ വായിക്കണം. പിന്നെ അത് കഴിഞ്ഞ് വലത് ഭാഗം, ഇത് പുരുഷന് ആണ് കൂടുതൽ പ്രാധാന്യം ചെയ്യുന്നത്. എന്നാൽ സ്ത്രീകളും അതിൽ ഉൾപ്പെടുന്നു. അപ്രതീക്ഷിത അസുഖങ്ങളും ആക്സിഡൻറ്റിലും സ്ത്രീകളും ഇതിനകത്ത് ഉൾപ്പെടുന്നു ഡിഗ്രി ബേസിൽ. അടുത്തത് നമുക്ക് ആഗ്നേയ ഭാഗത്തോട്ട് വരാം. ആഗ്നേയ ഭാഗത്തോട്ട് വരുമ്പം നമ്മുടെ വലത് കൈ മുട്ട്, വലത് കാൽമുട്ട്, അതായത് റൈറ്റ് സൈഡ് കൈമുട്ടും റൈറ്റ് സൈഡ് കാൽമുട്ടും ഈ കോണുമായി കണക്ട് ചെയ്തിരിക്കുന്നു. ഇതിൽ കൂടുതൽ സ്ത്രീകൾക്കാണ്, എന്നാൽ പുരുഷനും അതിൽ ഉൾപ്പെടുന്നു. പെർസെൻറ്റേജ് ബേസിൽ കൂടുതൽ സ്ത്രീകൾക്കാണ്, എന്നാൽ അവിടെ പുരുഷന്മാരും ഉൾപ്പെടുന്നു. അപ്പോൾ വലത് കൈമുട്ട്, വലത് കാൽമുട്ട്. ക്ലിയർ ആയില്ലേ? അടുത്ത് നമ്മൾ വരേണ്ടത് ഏതാ? നമുക്ക് കന്നി. 2 ചതുരം കഴിഞ്ഞില്ല, അടുത്ത് കന്നിച്ചതുരം. ഈ കന്നിച്ചതുരം ഞാൻ പറയുന്നത് കോണ് വേറെ, ചതുരം വേറെ. ഇനി അടുത്ത് വരേണ്ടത് കന്നിച്ചതുരം. കന്നിച്ചതുരം നമ്മൾ വരികയാണെങ്കിൽ അവിടെ നമ്മുടെ പാദം, അത് കന്നിച്ചതുരത്തിൽ ഉൾപ്പെടുന്നു. പാദം. ഇപ്പൊ പാദശനി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ആ പാദശനി എന്നുള്ളത് ഇപ്പൊ ശനി 7 കണ്ട ശനി 3 ഭാഗം 2.5 2.5 2.5 ഇങ്ങനെയാണ് 7 കണ്ട ശനി എന്നുള്ള ജാതക ദോഷങ്ങൾ. അതിൽ പാദശനി എന്ന് പറഞ്ഞ് ഒരു സംവിധാനമുണ്ട്. അത് നമുക്കിത് ഇതിന്റെ കണ്ടിന്യൂഷൻ പോകും, ഇത് കഴിഞ്ഞ് പറയാം. അപ്പം കന്നിച്ചതുരത്തിൽ വരുന്നത് പാദവുമായി കണക്ട് ചെയ്യുന്നു. ഇനി പാദവുമായി കണക്ട് ചെയ്യുന്നതിനോടൊപ്പം നമ്മൾ വേറൊരു കാര്യം കൂടെ കണക്ട് ചെയ്യണം, സ്പൈനലിന്റെ എൻഡ്. അതായത് നമ്മൾ ആ L3 to L5 വരെ വരും. L3 4 5 L3 to L5 വരെ ആ സെക്ഷൻ കൊണ്ടുവരണം സ്പൈനലിന്റെ. അവിടെ നമുക്ക് ഈ വിസർജന ഭാഗവും അതിൽ ഉൾപ്പെടുന്നു. സ്പൈനൽ നട്ടെല്ലിൻ്റെ ഏറ്റവും അഗ്രഭാഗവും അതിനകത്ത് ഉൾപ്പെടുന്നു, മൂലാധാരം. ഇതെല്ലാം നമുക്ക് ഈ കന്നിച്ചതുരത്തിലോട്ട് നമുക്ക് കണക്ട് ചെയ്യണം. ഇവിടെ വരുന്ന കൂടുതൽ അപ്രതീക്ഷിതമായ അസുഖങ്ങളും ആക്സിഡൻസും പുരുഷന്മാർക്കാണ്. എന്നാൽ അതിൽ ചെറിയ തോതിൽ സ്ത്രീകളും അടങ്ങിയിരിക്കും.
അടുത്ത് നമുക്ക് പോകേണ്ടത് വായുവ്യം. വായുവിലോട്ട് പോകുമ്പോൾ ഇടത് കൈമുട്ടും ഇടത് കാൽമുട്ടുമാണ്. അവിടെ മറ്റൊരു കാര്യം കൂടെ നമ്മൾ കണക്ട് ചെയ്യണം, ഹാർട്ട്. അപ്പോൾ കൂടുതലായും അവിടെ വരുന്ന ബുദ്ധിമുട്ടുകൾക്ക്, അപ്രതീക്ഷിതമായ ആക്സിഡൻറ്റും അപ്രതീക്ഷിത അസുഖങ്ങൾക്കും ഇടത് കൈമുട്ടും ഇടത് കാൽമുട്ടും അവിടെ കണക്ട് ചെയ്ത് നമ്മൾ വായിക്കണം. ഒരു പുതിയൊരു സംഭവം വായു സംബന്ധമായ മൂലമായതുകൊണ്ട് അത് ഹാർട്ടുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ വായിക്കണം. മനസ്സിലായി? അപ്പം 4 ചതുരങ്ങളെ കുറിച്ച് പറഞ്ഞു. 4 ചതുരം എത്ര ഡിഗ്രിയാണ് വരുന്നത് പറഞ്ഞു. ആ ഡിഗ്രി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഒന്നുകൂടെ വേണമെങ്കിലും പറയാം. നമുക്ക് 0 to 90 വരുന്നത് ഈശാന്യ ചതുരം, 90 to 180 വരുന്നത് ആഗ്നേയ ചതുരം, 180 to 270 വരെ വരുന്നത് കന്നി ചതുരം, 270 to 360 വരെ വരുന്ന ആ പൂർണ്ണ വൃത്തത്തിന് നമ്മൾ വായു ചതുരം എന്ന് പറയും. ഡിഗ്രി മനസ്സിലായി? ഡിഗ്രിയെ കുറിച്ച് വളരെ വിശദമായിട്ട് കഴിഞ്ഞ ഏതൊരു എപ്പിസോഡിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പം ഇതിനുള്ളിലും നമ്മൾ ഭാഗിച്ചെടുക്കാനുള്ള ഡിഗ്രികളുണ്ട്. അത് ഒട്ടും മനസ്സിലാവില്ല. നമ്മൾ ഇതിനാദ്യം നിങ്ങൾ 1-2 വട്ടം ഈ വീഡിയോ കണ്ട് അതിനെ ഒന്ന് സ്ഥിരീകരിക്കുക. ഇത് വാസ്തുവിലൂടെ ഉള്ള ഫലാഫലങ്ങളാണ്. ഇതല്ലാതെയും ഒരുപാട് ആക്സിഡൻറ്റും അസുഖങ്ങളും സംഭവിക്കുന്നുണ്ട്. ഞാൻ കുറഞ്ഞ ക്യാൻസറിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞില്ലേ? അല്ലാതെയും ക്യാൻസറിന് ഒരുപാട് ചാൻസസ് ഉണ്ട്. പക്ഷേ ആഗ്നേയത്തിൽ സ്ഥായിയായ ഒരു ജലസാന്നിധ്യം സ്ത്രീകൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ മുതലുള്ള സംവിധാനങ്ങൾക്ക് അതൊരു കാരണമാകുന്നു. കാരണം ആ ലാൻഡിൻ്റെ അഗ്നിത്വം, അതിൻ്റെ ചൂട്, അതിൻ്റെ മിനിമം ഹീറ്റ് നഷ്ടപ്പെടുന്നു. കാരണം ആ ലാൻഡിൻ്റെ ഉൽപ്പാദനം അഗ്നിമൂലയിൽ നിന്നാണ് ആ ലാൻഡ് സ്വാഭാവികമായിട്ടുള്ള ചൂട് ഉൽപ്പാദിപ്പിക്കേണ്ടതും. ആ ഉൽപ്പാദന ഫാക്ടറിയിൽ നിന്ന് കിട്ടുന്ന എനർജിയും ചൂടും നമ്മുടെ ബോഡി റിസീവ് ചെയ്യും. അണ്ടവും പിണ്ടവും ഒன்று, അണ്ടത്തിലിരുപ്പതുതാൻ പിണ്ടത്തിലും, പിണ്ടത്തിലിരുപ്പതുതാൻ അണ്ടത്തിലും. ഇതിനെ കണക്ട് ചെയ്ത് വായിക്കുമ്പോൾ നമുക്ക് ഒരു ലാൻഡിൽ നിന്ന് ഉണ്ടാകുന്ന എനർജി നമ്മുടെ ശരീരം റിസീവ് ചെയ്യുന്നു. ഇത് ആസ്ട്രൽ ബോഡി കലർന്ന സംഭവങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഒരു ലോ ഓഫ് അട്രാക്ഷൻ വെച്ച് നോക്കണം. പ്രപഞ്ച രഹസ്യങ്ങളാണ് കൂടുതലും. നമ്മൾ മനുഷ്യർ കണ്ടുപിടിച്ച ഒരുപാട് മികവായ ശാസ്ത്രങ്ങളുണ്ട്. അതിലൂടെ തന്നെയാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത്. പക്ഷേ ഇത് അതിസൂക്ഷ്മമായ രഹസ്യങ്ങൾ ആദ്യ മനുഷ്യർ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ആദ്യ മനുഷ്യരെ കടന്നുപോയ നമ്മുടെ അപ്പൂപ്പന്മാർ അല്ലേ, നമ്മുടെ ഗുരുനാഥന്മാർ, നമ്മുടെ പ്രിയപ്പെട്ടവർ നമുക്ക് വേണ്ടി ചെയ്തിരുന്ന ഒരുപാട് കണ്ടുപിടുത്തങ്ങളാണ്. ഇതിനെയൊക്കെ അഡ്വാൻസ് ചെയ്തുകൊണ്ട് നമ്മുടെ ശാസ്ത്രം വളരെ മനോഹരമായി പുരോഗമിച്ചു. ഇനിയും കൂടുതൽ പുരോഗമിക്കും. പക്ഷേ ഇത് ഒരു ക്ലാസ് ബേസിൽ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നു നിങ്ങൾ ഉണർത്തുകയാണ്. മനസ്സിലായി? അപ്പോൾ ആ 360 ഡിഗ്രിയിൽ പർട്ടിക്കുലർ വലിയ ഡിഗ്രിയാണ് ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് സൂക്ഷ്മ ഡിഗ്രികളുണ്ട്. ഈ സൂക്ഷ്മ ഡിഗ്രികളിൽ ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങൾ ഇതിനെക്കുറിച്ച് ആദ്യം ഒന്ന് പഠിക്കട്ടെ. അതിനുശേഷം നമ്മൾ ക്ലാസ് അഡ്വാൻസ് ചെയ്ത് കൊണ്ടുപോകാം. മനസ്സിലായി? അപ്പം അസുഖ രീതിയിൽ ആണ് പെണ്ണ് ഏത് ദിക്കുകളാണ്, ഇതിൽ കൂടുതലും ആരാണ് ബാധിക്കപ്പെടുന്നത്, അത് എത്ര ഡിഗ്രികളാണ് എന്നുള്ളത് പറഞ്ഞു. ഇനി ഒരു കാര്യം, ഉച്ചനീച്ചങ്ങൾ വരുന്നത് കൂടെ ചോദിക്കണം. പലരും ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ പലരും ഉച്ചനീച്ചങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ ചോദിക്കുന്നത്. എന്താണ് ഈ ഉച്ചനീച്ചം? കാരണം അത്രേ ഉള്ളൂ. ഉച്ചനീച്ചം വരുന്നത് വെച്ചാൽ 0 to 45 ഉച്ചം, 45 to 90 ഉച്ചം, 90 to 135 നീചം, 135 to 180 ഉച്ചം, 180 to 225 നീചം, 225 to 270 നീചം, 270 to 315 ഉച്ചം, 315 to 360 നീചം. നിങ്ങൾക്ക് വീഡിയോ സ്ലോ ചെയ്ത് കണ്ടോ? ഞാൻ സ്പീഡിൽ പറഞ്ഞാലേ വീഡിയോ ഒന്ന് സ്ലോ ചെയ്ത് കണ്ടാൽ മനസ്സിലാവും അവർക്ക്. ഇത് ഉച്ചനീച്ചങ്ങൾ ഈ ഡിഗ്രിയിലുണ്ട്. പക്ഷേ ഇത് ട്രൂ നോർത്തിനാണ് കേട്ടോ. ഇനി നോർത്ത് 20-30 ഡിഗ്രി അങ്ങോട്ടും ഇങ്ങോട്ടും ചരിയാണെങ്കിൽ ഈ ഡിഗ്രി എല്ലാം മാറും. അത് നോർത്ത് ഇടത്തോട്ട് പോകുമ്പം ഇങ്ങോട്ട് മാറും, വലത്തോട്ട് വേണമെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറും. ആൻറ്റി ക്ലോക്ക് വൈസിൽ ഡിഗ്രി മാറും. അതൊരു ക്ലാസ് സബ്ജക്റ്റ് തന്നെയാണ്. ഒരു വീഡിയോയിൽ ചോദ്യത്തിന് കുറച്ചുകൂടി. പക്ഷേ ഞാനിത് പറയാൻ തന്നെയുള്ള ധൈര്യം കാണിക്കുന്നത് ഒത്തിരി ആൾക്കാരത് മനസ്സിലാവുന്നു, നന്നായിരിക്കുന്നു എന്ന് എനിക്ക് ഇങ്ങോട്ട് തരുന്നൊരു പ്രോത്സാഹനമാണ്. ഞാൻ കുറച്ചുകൂടെ ഹെവി കാരണം ഒന്നും മനസ്സിലാവാത്ത ആൾക്കാരുണ്ട് നമ്മുടെ വ്ളോഗിലൊക്കെ. ഒരുപാട് ആൾക്കാർ ഏതെങ്കിലും ഒരു വ്ളോഗ് കണ്ടിട്ട് അത് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാം കുഞ്ഞു വ്ളോഗ്, എല്ലാം ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുവരുമ്പോൾ എല്ലാം കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതലും ഇത്തരം വിഷയങ്ങൾ ഞാൻ വാസ്തു സബ്ജക്റ്റ് ഘടിപ്പിക്കാൻ തന്നെ കാരണം ഒരുപാട് ആൾക്കാർ, ഭൂരിപക്ഷം ആൾക്കാരും വളരെ കൃത്യമായിട്ട് അവർക്കത് മനസ്സിലാവുന്നു എന്ന് എനിക്ക് തരുന്നൊരു സപ്പോർട്ട് കാരണമാണ്. അവർക്കും കൂടെ വേണ്ടിയാണ് ഞാൻ കുറച്ചുകൂടെ ക്ലാസ് സബ്ജക്റ്റുകളെല്ലാം കുറച്ചുകൂടെ ടഫാക്കി കൊണ്ടുവരുന്നത്. അല്ലേ? മനസ്സിലായില്ലേ? ഓക്കെ സാർ, നേരത്തെ പാദശനിയുടെ കാര്യം നമുക്ക് പിന്നെ അത് വിട്ടുപോയി. ഓക്കെ, ശരി. അത് അതിൻ്റെ ആ ഒരു തുടർച്ചയിൽ ഇടയിലായി കഴിഞ്ഞാൽ അവർക്ക് കണ്ടിന്യൂഷൻ നഷ്ടപ്പെടും. അതുകൊണ്ടാണ്. അപ്പോൾ 7 കണ്ട ശനി എന്നുള്ള 2.5. അപ്പോൾ ജാതകത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഈ പലരും ജാതകം കണ്ട് പേടിക്കുകയാണ്. ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നക്ഷത്രം അത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതാണ്, ഇടയ്ക്കിടയ്ക്ക് മാറുന്നതാണ്. ശരിക്കും നിങ്ങൾ ജാതകത്തിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് മീൻസ് ജാതകം ശരിയാണ്, അതിസമർത്ഥമായൊരു കലയാണ്. അതിനെ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ ചില രീതികളിൽ വെച്ചത് അസ്വസ്ഥമായിട്ടുണ്ട്. പക്ഷേ വളരെ നിസ്സാരമാണ് ജാതകം. നിങ്ങൾക്ക് ഒരു മനുഷ്യന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. 12 രാശികൾ, ഓരോ രാശിയിലും 3 നക്ഷത്രം, അതിൽ 3-ാമത്തെ നക്ഷത്രം ഷെയർ ആവും.
കാരണം ഒരു നക്ഷത്രത്തിന് 4 പാദം, 2 നക്ഷത്രത്തിന് 8 പാദം, മൂന്നാമത്തെ നക്ഷത്രത്തിൻ്റെ ഒരു പാദം മാത്രമേ, ഉദാഹരണം അശ്വതി, ഭരണി, കാർത്തിക അല്ലെങ്കിൽ മേടത്തിൽ ഇരിക്കുന്ന നക്ഷത്രം 3 നക്ഷത്രമാണെങ്കിൽ ആ മൂന്നാമത്തെ നക്ഷത്രത്തിൻ്റെ ഒരു പാദം മാത്രമേ ഇതിനിരിക്കുള്ളൂ. ബാക്കി 3 നിങ്ങൾക്ക് അടുത്തതിലോട്ട് പോകും, ഇടവത്തിലോട്ട് പോകും. മനസ്സിലായില്ലേ? അപ്പോൾ ഈ രീതിയിൽ നമുക്ക് 27 നക്ഷത്രങ്ങൾ, 12 രാശികൾ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ജാതകത്തിൻ്റെ ഒരു ബേസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിനകത്ത് നമുക്ക് അധികമായി ഭയപ്പെടേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു ലഗ്നം, സൂര്യൻ എവിടെയാണ് ഇരിക്കുന്നത് നമ്മുടെ ലഗ്നം, ചന്ദ്രൻ എവിടെയാണ് ഇരിക്കുന്നത് അത് നമ്മുടെ രാശി. അതാണ് നമ്മൾ രാശി. ലഗ്നം, സൂര്യൻ ഇരിക്കുന്ന സ്ഥലം ലഗ്നം. ഇത് മനസ്സിലായത് വളരെ സിമ്പിളാണ്. എവിടെയാണോ നമ്മുടെ ചന്ദ്രൻ ഇരിക്കുന്നത് അത് നമ്മുടെ രാശിയായി മാറും. ആ രാശിയിൽ ശനി എന്നുള്ളൊരു ഗ്രഹം പ്രവേശിക്കുന്നതാണ് ഈ 7 കണ്ട ശനിയുടെ ഉഗ്രഘട്ടം. ഈ 7 കണ്ട ശനിയുടെ 3ആയിട്ട് എടുക്കാം. ഒന്ന് വിരേശനി. ആ സമയങ്ങളിൽ ഒരുപാട് പൈസ ചെലവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അതിനെ ശുഭ ചെലവുകളാക്കി മാറ്റുക. വിവാഹം, വിദ്യാഭ്യാസം, സ്ഥലം എടുത്തിട്ട് അതിനു വേണ്ടി കഷ്ടപ്പെടുന്നെങ്കിൽ ലോൺ അടച്ചു കൊടുക്കുക. ഇതെല്ലാം നിങ്ങൾക്ക് പ്രോഫിറ്റാണ്. ഇതിനെ ശുഭ ചെലവുകളാക്കി മാറ്റുക. ആദ്യത്തെ 2.5 വർഷം. രണ്ടാമത്തെ 2.5 വർഷം ജന്മശനി എന്ന് പറയും. സാക്ഷാൽ ആ രാശിക്കുള്ളിൽ ശനി പ്രവേശിക്കുന്നതിന് ജന്മശനി എന്ന് പറയും. അത് കുറച്ച് ടഫാണ്. ചില ആൾക്കാർക്ക് വ്യാഴവുമായുള്ള, വ്യാഴത്തിന് നോട്ടം 3 ഉണ്ടല്ലോ, വ്യാഴവുമായിട്ടുള്ള ചെറിയ രീതികളിൽ കുറച്ച് ആൾക്കാർക്ക് ശനിയുടെ പ്രഹരം, പിന്നെ ഈ ഡിഗ്രി ബേസിൽ അവിടെയും ഒരു ഡിഗ്രി ഉണ്ട്. പർട്ടിക്കുലർ ഡിഗ്രിക്ക് മേളിലാണെങ്കിൽ ശനിയുടെ പ്രഹരം കുറയും. 7-നുള്ളിലാണെങ്കിൽ മാത്രം ഉഗ്രപ്രഹരമായിരിക്കാം. അത് കഴിഞ്ഞ് 3ാമതാണ് ഈ പാദശനി. ഈ പാദശനി എന്ന് പറയുന്നത് നിങ്ങളുടെ ജന്മരാശിയിൽ നിന്നും അടുത്ത രാശിയിലോട്ട് ഈ ശനി പ്രവേശിക്കുന്ന 2.5 വർഷത്തിന് പാദശനി എന്ന് പറയാം. മലയാളത്തിൽ ഇതിന് മറ്റു വാക്കുകളുണ്ട്, ഞാൻ തമിഴിൽ നിന്ന് വരുന്നതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷ തന്നെയല്ലോ. അങ്ങനെയാണ് ഇത്. ഈ പാദശനി വരുന്ന ഭാഗം കൂടുതലും ഈ പാദശനി വരുന്ന ആൾക്കാർ അവരുടെ കന്നി ഭാഗം കമ്പൾസറി ഫോൾട്ടുകൾ നീക്കി തന്നെ മുന്നോട്ട് പോകണം. ആർക്കാണോ പാദശനി വരുന്നത് ആ പാദശനിയുള്ള വീട്, അതായത് 7.5 ഖണ്ഡത്തിൻ്റെ 3ാമത്തെ പാർട്ട്, 2.5 അവസാനത്തെ 2.5 പാദശനി എന്ന് ഞാൻ പറയുന്നത്. ആ പാദശനി അനുഭവിക്കുന്ന വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും അത് ഗ്രഹനാഥനാണെങ്കിൽ ആ വീടിൻ്റെ കന്നി ഭാഗം തീർച്ചയായും അവിടുത്തെ ഫോൾട്ട് നിങ്ങൾ മുന്നോട്ട് ക്ലിയർ ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം. നിർഭാഗ്യവശാൽ അവിടെ ഒരു സെപ്റ്റിക് ടാങ്കോ, അവിടെ വേസ്റ്റ് വാട്ടർ ടാങ്കോ, അവിടെ ഒരു വഴി വന്ന് മുട്ടുകയോ, അവിടെ ഒരു കിണറോ, ഇതെല്ലാം കന്നിയുടെ ഉഗ്ര ഫോൾട്ടുകളാണ്. ഇത്തരം ഫോൾട്ടുകൾ പാദശനി വരുന്ന ഒരു ഗ്രഹനാഥന് ഇത്തരം ഫോൾട്ടുകൾ കമ്പൾസറി നിങ്ങൾ നിയന്ത്രിക്കണം. ആ ഫോൾട്ട് ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ റിലീസ് ചെയ്യണം. അങ്ങനെയാണ് അവിടെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ പറ്റുന്നത്. അതിസമർത്ഥമായിട്ട് നമ്മൾ ആ ബിസിനസ്സൊക്കെ ചെയ്യാതെയും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആഴക്കാൽ വയ്ക്കാതെയൊക്കെ നിങ്ങൾ അതിസമർത്ഥമായി നിങ്ങൾ ആ ശനിയിൽ നിന്ന് രക്ഷപ്പെട്ടാലും വിധി മറ്റൊരു രീതിയിൽ നിങ്ങളെ ആക്രമിക്കും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്തു പോകാൻ കഴിയുന്ന കാര്യങ്ങളും കൂടെ ചെയ്തു പോകുക. അപ്പോൾ ഈ പാദശനി സ്ഥലത്ത് ഞാനത് പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് വെച്ചാൽ അതിനകത്ത് സബ്ജക്റ്റ് നീണ്ടുപോയി. പാദശനി കാലത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇടത് കാലം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക. ഏതൊരു വ്യക്തിക്കാണോ ശനിയുടെ 3ാം ഘട്ടം വരുന്നൊരു കാലം എപ്പോഴും ഇടത് കാല് വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ല, വലത് കാല് വൃത്തിയാക്കേണ്ടതല്ല ഞാൻ പറയുന്നത്. മനസ്സിലല്ലേ? അതായത് ശാസ്ത്രം, ഇപ്പം ഞാൻ ശകുനവും നിമിത്തവും പറയുന്ന പോലെ ചില രഹസ്യങ്ങളാണ്, ശാസ്ത്ര രഹസ്യങ്ങളാണ്. അപ്പോൾ ഈ പാദശനിയോ അല്ലെങ്കിൽ ശനിയുടെ പ്രഹരം, ശനിയുടെ ദിശ നടക്കുന്നതോ, ശനിയുടെ 7.5 ഖണ്ഡ ശനി നടക്കുന്നതോ, അർദ്ധാഷ്ടമ ശനി നടക്കുമ്പോഴോ, അഷ്ടമ ശനി നടക്കുമ്പോഴോ, സാക്ഷാൽ ജന്മശനി നടക്കുമ്പോഴോ, ശനിയുമായി കണക്ട് ചെയ്യുന്ന ഏതൊരു കാലത്തും 2 പാദങ്ങൾ വൃത്തിയാക്കുന്നതോടൊപ്പം ഇടത് പാദം അഴുക്കിനോട് ചേർന്ന് യാത്ര ചെയ്യാതിരിക്കുന്നത്. ചിലപ്പം നമ്മുടെ കാലിൽ ഇച്ചിരി അഴുക്കുണ്ടായിരിക്കാം, നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. പാദങ്ങൾ സൂക്ഷിക്കുക എന്നുള്ളത് പുരാതനമായിട്ട് ആൾക്കാർ പറഞ്ഞു. ഇതിനെ ചില ആൾക്കാർ ഇതിപ്പോൾ നമ്മുടെ 2025 ഇത് പറയുമ്പോൾ കളിയാക്കപ്പെട്ടേക്കാം. പക്ഷേ ഇത് ഒരുപാട് ഭാഗങ്ങളിൽ ഞാനത് പറയാറുണ്ട്, അവരൊക്കെ അത് ചെയ്യാറുമുണ്ട്. നമുക്ക് ഒരു നഷ്ടമില്ലാത്ത കാര്യമല്ലേ, അപ്പോൾ അത് ചെയ്ത് നോക്കൂ. ഒരു കാലുകളൊക്കെ തേച്ച് കഴുകി വൃത്തിയാക്കുന്നത് നല്ലതല്ലേ. അപ്പോൾ അതിൽ ഇടത് കാലം ഞാൻ മെൻഷൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ശനി, ഇടത്, പാദം ഇതൊക്കെ എല്ലാം കണക്ട് ചെയ്ത് വായിക്കണം. അതിന് വേണ്ടിയാണ് ആ കഥ. അതുകൊണ്ടാണ് ഞാൻ അവിടെ ഇടയ്ക്ക് കണക്ട് നന്നായി, അത് അല്ലെങ്കിൽ മിസ്സായി പോകുമായിരുന്നു. ശരി, അത് മനസ്സിലായില്ലേ? ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വീഡിയോസുകൾ കാണാൻ കഴിയും. നിങ്ങൾക്ക് തോന്നുന്ന എല്ലാ സംശയങ്ങളുടെ ഉത്തരങ്ങളും നമ്മുടെ വീഡിയോകളിലുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു മനോഹരമായ എപ്പിസോഡുമായി വീണ്ടും കാണാം.